എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അതായത് നവംബർ 19 മുതൽ നവംബർ 21 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് അനുവദിച്ച BSc നഴ്സിംഗ് കോളേജുകളിലേക്കും ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. BSc നഴ്സിംഗ് കോഴ്സുകൾ കൂടാതെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിൽ പുതുതായിട്ട് അനുവദിച്ച കോളേജുകളിലേക്കും അതുപോലെ തന്നെ നിലവിൽ ചില കോളേജിൽ BSc നഴ്സിംഗിന് ഒഴിവുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്കും അതുപോലെ തന്നെ നിലവിൽ ഒഴിവുള്ള സീറ്റുകളുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നവംബർ 21 വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ ഗവൺമെൻറ് കോളേജുകൾ ഒഴികെയുള്ള ഏതൊരു സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകുകയോ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. NOCയിൽ ഈ ഒരു NOCയുടെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 22 ആയിരിക്കണം. അതായത് NOC ഫോർ ദ അലോട്ട്മെൻറ്റ് നമ്പർ 22/11/2024. അതായത് 22 നടക്കുന്ന ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള NOC അത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഈ ഒരു പുതുതായിട്ട് അനുവദിച്ച നഴ്സിംഗ് കോളേജിലേക്കും അതുപോലെ തന്നെ നേരത്തെ അനുവദിച്ചിട്ടുണ്ടായിരുന്ന നഴ്സിംഗ് കോളേജിലെ ഒഴിവ് വന്ന സീറ്റുകളിലേക്കുമുള്ള അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നാളെ മുതൽ അതായത് നവംബർ 19 മുതൽ ഈ ഒരു നവംബർ 21 വൈകുന്നേരം 5 മണി വരെ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതായിരിക്കും. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് നഴ്സിംഗ് കൂടാതെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് കൂടി ഓപ്ഷനുകൾ നൽകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ഒഴികെയുള്ള ഏതൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിലേക്കായിട്ട് NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോവേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു NOC ആവശ്യമാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് മാത്രമായിരിക്കണം ഓപ്ഷനുകൾ നൽകേണ്ടത്. മുൻ അലോട്ട്മെൻറ്റുകളിൽ പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം കിട്ടിയ കോളേജ് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകളിൽ മാത്രമായിരിക്കണം ഓപ്ഷനുകൾ നൽകേണ്ടത്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള BSc നഴ്സിംഗ് കോളേജുകളിലേക്കും അതായത് നഴ്സിംഗ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ നിലവിൽ ഒഴിവുള്ള നഴ്സിംഗ് സീറ്റുകളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു നിലവിൽ ഒഴിവുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള അപേക്ഷകൾ അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെയും നവംബർ 21 നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ പ്രയോറിറ്റി ബേസിനനുസരിച്ച് BSc നഴ്സിംഗ് കോഴ്സാണ് താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകൾ മാത്രമായിരിക്കണം നിങ്ങൾ പ്രയോറിറ്റി ബേസിൽ നൽകേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഓരോ കോഴ്സ് കിട്ടിയ ശേഷം പിന്നീട് ആ ഒരു കോഴ്സ് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം പിന്നീട് അത് സേവ് ചെയ്യുകയും നിങ്ങൾ ഈ ഒരു സെലക്ട് ചെയ്ത കോളേജ് കോഴ്സ് ലിസ്റ്റിൽ അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.